ആ ബോർഡൊക്കെ അല്ലേ എല്ലാം സെറ്റല്ലടാ. മെഹറുബ മെഹറുബ പുതുക്കു പെണ്ണെ മെഹറുബ, 10 കൊട്ട പൊന്നു നിന്റെ മെഹറുബ. നാളെ പകിട്ടില് എല്ലാരും വേടാ. നമ്മളെന്താടാ ഇന്നലെ പറഞ്ഞു നിർത്തിയേ? നമ്മളിന്ന് ക്ലാസ് തുടങ്ങാൻ പോകുന്നു എന്ന്. അങ്ങനെ നമ്മളിന്ന് ക്ലാസ് തുടങ്ങാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മളിന്ന് തുടങ്ങുന്നു പറഞ്ഞേക്ക്. അതുകൊണ്ട് എല്ലാവരും എന്താക്കടാ, വാടാ. എല്ലാവരും നോട്ട് എടുത്തില്ലടാ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ. നോട്ട് എടുത്തെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട് എടുത്ത് മുന്നിൽ വെക്കുക. നല്ലൊരു ശ്വാസം എടുക്കുക, വിടുക, ഡീപ് ബ്രീത്ത് എടുക്കുക. നമ്മുടെ തലയിൽ കുറച്ച് ഓക്സിജൻ ഒക്കെ കയറട്ടെ. ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടേ? ഓക്സിജൻ കാര്യം മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യുക. അല്ലെങ്കിൽ മൈൻഡ് റിഫ്രഷ്, അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടുക, അല്ലെങ്കിൽ ഒരു ഡാൻസ് ഒക്കെ കളിക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിന് എന്താക്കുക, ഫ്രീ ആക്കുക. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എന്ത്, നമ്മളെ ക്ലാസ് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ബുക്ക് എടുക്കുന്നു, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതുന്നു, അത് വെച്ച് പഠിക്കുന്നു. അതിൽ നമുക്ക് എന്താക്കുക, അതിൽ സ്ട്രെസ്സ് വരും. നമ്മുടെ മൈൻഡിന് അറിയാം എന്ത് സ്ട്രെസ്സ് കാര്യങ്ങൾ നമ്മൾ എന്താക്കുക, മൈൻഡ് ഓട്ടോമാറ്റിക്കലി കുറക്കുക ചെയ്യുക. അപ്പോൾ എന്താക്കും, നമ്മൾ പഠിക്കുന്നതിലെ ആ ഫോക്കസും എല്ലാം പോയി തുടങ്ങും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ തുടങ്ങിയല്ലേ. അപ്പോൾ എന്താവും, നമ്മളെ ഫോക്കസ് നമ്മൾ പഠിക്കുന്നതിൽ എന്താവും, മെല്ലെ കുറഞ്ഞു തുടങ്ങും. ആ പഠിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താക്കുക, എൻ്റർടൈൻമെൻ്റ് ആക്കുക. മനസ്സിലായില്ലേ? എൻ്റർടൈൻമെൻ്റ് ആക്കുക എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിന് വേണ്ട എന്താ, ഡോപ്പമിൻ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ കേൾക്കൂ. ഈ ഡോപ്പമിൻ എന്താക്കുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്ന കാര്യത്തിൽ ബൂസ്റ്റ് ചെയ്യുക. അതിനെന്താ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടുക, റിലാക്സേഷൻ ഒക്കെ ചെയ്യുക, ഒരു ഡാൻസ് ഒക്കെ കളിക്കുക. എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് എന്താവും, സ്ട്രെസ്ഡ് ഔട്ട് ആവില്ല. അപ്പം സ്ട്രെസ്ഡ് ഔട്ട് ആവാതെ നമ്മൾ പഠിക്കാൻ പോവാണ്. നോട്ടൊക്കെ എടുത്ത് മുന്നിൽ വെക്കുക. നമ്മളെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. പിന്നെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ സംസാരം നിങ്ങൾക്ക് മെല്ലെ ആയിട്ടോ അല്ലെങ്കിൽ സ്പീഡ് കുറവായിട്ടോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്താക്കടാ, നിങ്ങൾ എന്താക്കുക, ഇത് 1.5x-ലോ 2x-ലോ ഒക്കെ ഇട്ട് കേൾക്കുക. ബിക്കോസ് ഞാൻ ഇങ്ങനെ സ്പീഡ് പറയണ്ടല്ലോ, ഞാൻ മെല്ലെ പറയാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലടാ, ഓപ്ഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ, എന്താക്കുക, കാരണം സമയം ലാഭിക്കുക. ഈ വേൾഡിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നിൽ പെട്ടതാണ് എന്ത്, സമയം. കാരണം നിങ്ങളെ സമയം വിലപ്പെട്ടതാണ്. അത് വെറുതെ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് 1.5x-ലോ 2x-ലോ ഒക്കെ ഇട്ട് കേട്ടാൽ നമ്മളെ വീഡിയോ പെട്ടെന്ന് തീരും. എന്താ പറയുക, ആവശ്യമില്ലാണ്ട് വെറുതെ കളകളൊക്കെ ആയിട്ട് പോയിട്ട് കാര്യമല്ലേ. വൃത്തിക്ക് എന്താക്കുക, വീഡിയോ പോസ് ചെയ്യുക, നോട്ടൊക്കെ എഴുതിയെടുക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റ് നോട്ടൊക്കെ എഴുതിയെടുക്കുക. എല്ലാം സെറ്റല്ലേ? എല്ലാം പറഞ്ഞ പോലെ അല്ലേ? ഞാൻ എല്ലാം സംസാരിച്ചാൽ പോരെ? നിങ്ങൾ എന്താക്കുക, സ്പീഡിൽ ഇട്ടോളൂല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാട്ടോ. ഓക്കെ, എവരിതിങ് സെറ്റ്. അപ്പം പിന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ പ്ലസ് വണ്ണിൽ എത്ര ചാപ്റ്റർ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലടാ. പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് 14 ചാപ്റ്റേഴ്സ് എന്താക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ചാപ്റ്ററാണ് എന്ത്, നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ചാപ്റ്റർ, യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്. നിങ്ങൾ ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും. പിന്നെ വരുന്ന ഈ 3 ചാപ്റ്റേഴ്സ്, അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു 10-ൽ നിന്ന് ഒരു വേറിട്ട അനുഭവമായിരിക്കുന്നത് ഈ 3 ചാപ്റ്റേഴ്സ്. കാരണം അതിൽ നിങ്ങൾക്ക് 10-ൽ നിന്ന് ഡിഫറൻറ്റ് എന്താണ് 10ാം ക്ലാസ്സും പ്ലസ് 1 തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, 10-ൽ നിങ്ങളൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻസ് കാണാപ്പാഠം പഠിക്കുക, എഴുതുക എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് പ്ലസ് 1-ലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇക്വേഷൻ ഉണ്ട്, S=UT + ½ AT². ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. 10ാം ക്ലാസ്സിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ബൈ ഹാർട്ട് പഠിക്കുക. അതിൽ ഈ ടേം ഏതാ എന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് എഴുതി പഠിക്കുക, അത്രയേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഈ പ്ലസ് 1-ലേക്കൊക്കെ വരുമ്പോൾ എന്താക്കുമെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഓരോ ഇക്വേഷനിൽ നിന്ന് വേറെ ഇക്വേഷൻ നിന്നും ഓരോ പിക്ചറിൽ നിന്നൊക്കെ എന്താക്കുക, ഇതിങ്ങനെ ഡിറൈവ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ എന്താക്കണം, ക്രിയേറ്റ് ചെയ്ത് വരണം. അതാണ് എന്താ 10ാം ക്ലാസ്സും പ്ലസ് 1-നും തമ്മിൽ 10th-ഉം 11th-ഉം തമ്മിൽ വരുന്ന മെയിൻ വ്യത്യാസം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മലയാളം മീഡിയത്തിൽ നിന്ന് എന്താക്കുക, പ്ലസ് 1 സയൻസ് എടുക്കാമെന്ന് വെച്ചോ. പ്ലസ് 1 സയൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടാൻ പോകുന്ന മെയിൻ പ്രശ്നം എന്താണ്, ഇതൊക്കെ വരുന്നത് എന്താ, ഇംഗ്ലീഷ് ടേമിലാണ്. കാരണം ഞാൻ പ്ലസ് 1-ലേക്ക് കയറുമ്പോൾ ഞാൻ സ്റ്റേറ്റ് മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്.
അപ്പോൾ ഇംഗ്ലീഷ് +1 വരുമ്പോൾ ഞാൻ മെയിനായിട്ട് ബുദ്ധിമുട്ടിയ എന്താ ഈ ടേമുകൾ, ഈ മോഷൻസ്, മെഷർമെൻറ്റ്സ്, അല്ലെങ്കിൽ ആക്സലറേഷൻ, വെലോസിറ്റി, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അതിൻ്റെയൊക്കെ നമ്മൾ മലയാളത്തിൽ പ്രവേഗം, ത്വരണം അങ്ങനെയൊക്കെ പഠിച്ചിട്ട് നേരെ +1 വരുമ്പോൾ അതെന്താവും, ആക്സലറേഷനും വെലോസിറ്റിയും അങ്ങനത്തെ ഒക്കെ ആയി മാറും. അത് കുറച്ച് പഠിക്കാൻ ആദ്യത്തെ ഒരു 2-3-4 ആഴ്ച എന്താവും, കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും. പക്ഷെങ്കിൽ എന്താ ആ ഡിഫിക്കൽട്ടൊക്കെ നമുക്ക് എന്താക്കുക, ഈസിലി കടക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആദ്യം തന്നെ എന്താ വേണ്ട, നിങ്ങൾ ഓവർ ടെൻഷൻ ആവേണ്ട. ബിക്കോസ് ഇറ്റ്സ് എ പ്രൂവൺ സ്ട്രാറ്റജി. എനിക്കൊന്നും അറിയില്ലേനു. ഞാൻ ഒരു 3-4 ആഴ്ച കൊണ്ടൊക്കെ അതിനുമായിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് യൂസ്ഡായി നമ്മളെന്താകും, അത് സെറ്റ് ആയിക്കോളും. നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. സോ ഞാൻ നല്ല സിമ്പിൾഫൈ ചെയ്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താക്കും പറഞ്ഞു തരും. ഓക്കെ. പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താക്കണം, തിയറിയൊക്കെ എന്താക്കണം, കാണാപ്പാടെ പഠിക്കേണ്ടതുണ്ട്. അത് ഇംഗ്ലീഷിലായിരിക്കും. അത് കുറച്ച് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. പിന്നെ സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും CBSE എന്നൊക്കെ +1 +2 എടുത്ത ആൾക്കാരുണ്ട്. അവർക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. ബട്ട് നിങ്ങളൊക്കെ എന്തായാലും ഈ സിലബസ് മൊത്തം പഠിക്കണം. നമ്മളൊക്കെ പഠിക്കാനാണ് വന്നത്. ഇന്നലെ പറഞ്ഞ പോലെ ടോപ്പർ ആവണം. എന്താക്കണം, ഇതൊക്കെ എന്തിനാ, അച്ചീവ്മെൻറ്റ്സ് ആണ്. അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ട് പാരൻസിനൊക്കെ എല്ലാവരും പ്രൗഡാക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക, നിങ്ങൾ അവർക്ക് വേണ്ടിയും കഷ്ടപ്പെടുക. പിന്നെ നമ്മളെ മുന്നിൽ വരുന്നത് ഈ വർക്ക് എനർജി, പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ റൊട്ടേഷൻ, മോഷൻ, ഗ്രാവിറ്റേഷൻ, സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. പിന്നെ വരുന്നത് ഈ 4 തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഓസിലേഷൻ, വേവ്സ്. ഈ 4 ചാപ്റ്റർ എന്താ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് ഈസിലി മാർക്ക് സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ, ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ് ഈ 4 ചാപ്റ്റർ. ബട്ട് ഇതിൽ നിന്ന് കുറച്ച് മാർക്കിനെ ചോദിക്കും. കുറച്ച് മാർക്കല്ല, 4 കൂടി ഒരു മാർക്ക് ഉണ്ടാവും. അത് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. സോ പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഇതിലൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡെറിവേഷൻസ് ഒക്കെ വരുന്നത്. ഇതിലൊക്കെ ഡെറിവേഷൻസ് കുറവാണ്. പക്ഷേ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു തരും. സോ നമ്മൾ എന്താക്കുക, ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്, യൂണിറ്റ് 10 മെഷർമെൻറ്റ്സ്. ഞാൻ മയക്കാണ് കേട്ടോ. നിങ്ങൾ എന്താക്കാന്ന് വെച്ചാൽ ഇതൊക്കെ എഴുതിയെടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ നോട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെനിഫിറ്റ് ഫോർ യു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മയക്കാണ് കേട്ടോ, നിങ്ങൾ പോസ് ചെയ്യുക, എഴുതിയെടുക്കാം. വീഡിയോ ഓണാന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എഴുതേണ്ടി വരുമോ പോണല്ലെങ്കിൽ? എടാ ബുദ്ധിമുട്ടിക്കാന്നറിയാം. പക്ഷേ വീഡിയോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടി, ഒരു സിമ്പിൾ കാര്യം കൂടിയും പറയാനുണ്ട്. വേണ്ടാത്തവരെന്താക്കുക, സ്കിപ്പാക്കുക, ബുദ്ധിമുട്ടിക്കണില്ല. നമ്മൾ എത്ര കാലമാണ് ഫിസിക്സ് പഠിക്കുന്നത്? 8ാം ക്ലാസ് പഠിച്ചു, 9ാം ക്ലാസ് പഠിച്ചു, 10ാം ക്ലാസ് പഠിച്ചു. ഇപ്പം +1 നമ്മൾ സയൻസിൽ എന്താക്കുകയാണ്, ഫിസിക്സ് പഠിക്കാൻ പോകണം. അപ്പോൾ നിങ്ങളോടി ഇത്രയും കാലം ഫിസിക്സ് പഠിച്ചാൽ നിങ്ങളോടി ഒരാൾ എന്താടാ ഫിസിക്സ്, വാട്ട് ഈസ് ഫിസിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ത് പറയും? ഇങ്ങനെ ഇരുന്നിട്ട് സാറേ തെർമോഡൈനാമിക്സ്, സാറേ അത് ഹീറ്റ്, അത് എനർജി, അത് പവർ, ന്യൂട്ടന്, ആപ്പിൾ, അങ്ങനെയല്ല നിങ്ങൾ പറയാ. പക്ഷെ നിങ്ങളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞ് എന്താണ് സാറേ ഫിസിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഞാൻ പഠിപ്പിച്ചു തരാം. ഇറ്റ് ഈസ് ദ ലോസ് ആൻഡ് principles that governs the universe. കണ്ടിട്ട് കിളി പോണ്ട, ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഇതാണെന്ത് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ബട്ട് ഇതിലും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താക്കാം പറഞ്ഞു തരാം. ഇത് എക്സാമിനൊന്നും ചോദിക്കില്ല കേട്ടോ. ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. സിംപ്ലി ഞാൻ പറഞ്ഞുതരാം. It tells us why and how things behave as they do. ഇതൊക്കെ നിങ്ങളെ നോട്ടിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാ, പക്ഷേ എക്സാമിന് ചോദിക്കത്തില്ല. And help
to predict future things. It tells us why and how things behave as they do and help to predict future things. എന്നിട്ടും ഒന്നും മനസ്സിലാക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ മാർക്കർ ഞാൻ ഇവിടുന്ന് എന്താക്കി താഴെക്കിട്ടു. ഇനി ഞാൻ ഈ തിയറിയിലേക്ക് പോവാം. ഇറ്റ് ടെൽസ് അസ് വൈ, എങ്ങനെ, ആൻഡ് ഹൗ, എന്തുകൊണ്ട് തിങ്സ് ബിഹേവ് ആസ് ദേ ഡു, എന്തുകൊണ്ട് ഇത് താഴേക്ക് പോയടാ? ബിക്കോസ് ഓഫ് പറയ്, എന്തുകൊണ്ട് ഇത് താഴേക്ക് പോയി? ബിക്കോസ് ഓഫ്, നിങ്ങൾ പഠിച്ചതാ, ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട്. ഗ്രാവിറ്റി ഭൂമിൻ്റെ സെൻറ്ററിലേക്ക് എല്ലാത്തിനെയും ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ഇത് താഴേക്ക് പോയി. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ ഓർമ്മണ്ട? ഓക്കെ അല്ലേ? ഗ്രാവിറ്റി. ഹൗ, ഈ ഹൗവിൽ വരുന്നത് എന്താടാ? ഇതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി, ഇതിൻ്റെ സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഈ ഹൗ എന്ന് പറയുന്നത്. പിന്നെ ഹെൽപ്പ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ തിങ്സ്. ഈ മാർക്കർ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കായിടുന്നതെന്ന് വെച്ചോ. ഈ ഫ്യൂച്ചർ തിങ്സ് ഇത് താഴെ എത്ര സമയം കൊണ്ട് എത്തും ഈ ടൈം കാണാൻ, ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്ര വി കാണാൻ, ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര, അതൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ചില ഇക്വേഷൻസിൽ ഇട്ടുകൊണ്ട് എന്താക്കാം, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊക്കെ ഉള്ള ഇക്വേഷൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻസിലൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഫ്യൂച്ചറായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, ഈ റോക്കറ്റ് വിടുന്നു. ചില ആൾക്കാർ പറയും ഈ റോക്കറ്റ് ഭൂമിയിൽ നിന്ന് റോക്കറ്റ് മുകളിലേക്ക് വിടുന്നു, ഇത് ഇത്ര ദിവസം കൊണ്ട് ഇവിടെ ചന്ദ്രനിലൊക്കെ എത്തുന്നു. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? അത് ഈ ഫിസിക്സിൻ്റെ പല ഇക്വേഷൻസും പല കാര്യങ്ങളും ഒക്കെ കമ്പൈൻ ചെയ്ത് കൊണ്ടിട്ടല്ലേ നമ്മൾ ഈ ഫ്യൂച്ചർ തിങ്സ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ ഏറ്റവും നല്ല ഡെഫിനേഷൻ എന്താടാ? ഇറ്റ് ടെൽസ് us why and how things behave as they do and help to predict the future things. സെറ്റല്ലടാ? പേടിക്കണ്ട, ഇത് സിമ്പിളാ, നമുക്ക് പഠിച്ചെടുക്കാനാവുന്നേ ഉള്ളൂ. ഇതൊന്നും തിയറി ചോദിക്കത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞാണ്. നമ്മൾ ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ബൈ. കിടക്കുക. ഇനി യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. നിങ്ങൾ ഫിസിക്സിനെ പറ്റി കേട്ടില്ലടാ? ഇത്രയൊക്കെ ഉണ്ടടാ ഫിസിക്സ്. പഠിക്കാനാ പാട് എന്നാണ്. നമ്മളെ പഠിക്കും, നമ്മൾ സിമ്പിളായിട്ട് പഠിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് നമുക്ക് എന്താക്കാം, ആ ചാപ്റ്ററിന് എന്താക്കാം, മൂന്നാക്കിയിട്ട് എന്താക്കാം, തിരിക്കുക. ഈ ചാപ്റ്ററിനെ മൂന്നാക്കി തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പഠന എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, മൂന്നാക്കി തിരിക്കാം. ഇതിൽ ഫസ്റ്റ് മെഷർമെൻറ്റ്സ്, സെക്കൻഡ് ഡയമെൻഷണൽ അനാലിസിസ്, മൂന്നാമത്തത് എന്ത്, ഇറേസ്. ഈ മൂന്നാമത്തെ ഈ ടോപ്പിക്കും ഡയമെൻഷൻ അനാലിസിസിൽ ഇവിടെ കുറച്ച് ടോപ്പിക് വരുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് എന്തിനു വേണ്ട, ബോർഡിന് വേണ്ട, ബോർഡ് എക്സാമിനുള്ള വേണ്ട. പക്ഷേ ഇതൊക്കെ എന്തിനു വേണം, നീറ്റിനൊക്കെ വേണം. പക്ഷെ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതെന്താക്കുക, നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ ഞാൻ സെപ്പറേറ്റ് എന്താക്കും, അതിന് വേണ്ടിയിട്ട് എടുത്തു തരുന്നതായിരിക്കും. നിങ്ങൾ ഒരാൾ ഇത് കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ചെയ്യുക, ഇട്ടാൽ ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ. ഈ മെഷർമെൻറ്റ്സിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, യൂണിറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കാണ് എന്ത്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒന്നാമത്തെ യൂണിറ്റ്സ്, രണ്ടാമത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഈ ഡയമെൻഷൻ അനാലിസിസിൽ ഈ ഡയമെൻഷനെ പറ്റിയോ അതിൻ്റെ അനാലിസിസിനെ പറ്റിയോ പിന്നെ ഒരു പോയിന്റ് വരുന്നത് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ്, ഈ ടേമൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് പഠിച്ചെടുക്കാനാണെന്നുള്ളൂ. ഞാൻ പറയുന്നത് സ്റ്റേറ്റ് മലയാളം മീഡിയത്തിൽ വന്ന ആൾക്കാരോടാണ്. സോ ഈ ടേമിനൊക്കെ ഉള്ളൂ, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പഠിച്ചെടുക്കാനാകുള്ളൂ. ഇറേസിൽ കുറേ ഇറേസ് കാൽക്കുലേറ്റ് ചെയ്യാണ്, അത് നിങ്ങളെ ബോർഡ് എക്സാമിന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താക്കുക, നമുക്ക് പഠിക്കാം. ഞാൻ മയക്കാൻ പോവാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, എന്താണ് യൂണിറ്റ്? ഫസ്റ്റ് ടോപ്പിക് യൂണിറ്റ്.
എന്താടാ യൂണിറ്റ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ നിങ്ങൾക്കിപ്പോൾ ഒരു റിസർച്ചിനോ എന്തിനെങ്കിലും ആവശ്യമായിട്ട് ഇത്ര വലുപ്പമുള്ള ഒരു മെറ്റൽ പ്ലേറ്റ് വേണമെന്ന് വെക്കാം, ഒരു മെറ്റലിൻ്റെ ഒരു കഷ്ണം വേണമെന്ന് വെക്കാം. അപ്പോൾ അത് ഇന്ത്യയിലില്ല, അമേരിക്കയിലാണുള്ളൂ. ഇതാണെന്ത്? ഇതാണെൻ്റെ അമേരിക്ക. ഈ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്താക്കൂ, ഇവിടുന്ന് ഇങ്ങനെ അളവ് എടുത്തിട്ട് അമേരിക്ക വരെ പോയിട്ട് ആടുന്ന് ആ മെറ്റൽ പീസിൻ്റെ അളവ് എന്താക്കി കറക്റ്റ് വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് വീണ്ടും ഇന്ത്യയിലേക്ക് വരുവാണോ ചെയ്യുക? അല്ലാലോ. നമ്മളെന്താക്കൂ, ഇതൊരു 5 സെൻറ്റിമീറ്റർ വലുപ്പം വെച്ചോ. നമ്മൾ ഇവിടുന്ന് വിളിച്ച് പറയും 5 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു മെറ്റലിൻ്റെ കഷ്ണം എവിടെ വേണം? ഇന്ത്യയിലേക്ക് വേണം, നിങ്ങൾ എത്തിച്ച് തരണം. അപ്പോൾ എന്താക്കൂ, അവിടെ നിന്ന് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ എന്താക്കൂ അവരളന്ന് മുറിച്ചിട്ട് ഇന്ത്യയിലേക്ക് തരും. ഈ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതേ സൈസ് അല്ലേ, അവിടുത്തെ അതേ സൈസ്. അപ്പോൾ നമ്മളിപ്പം പറയുന്നത് 5 മാങ്ങേൻ്റെ അത്ര വലുപ്പം, 5 ചക്കേൻ്റെ അത്ര വലുപ്പം, 5 ഇപ്പം പണ്ടത്തെ ഒരു കണക്കുണ്ട് 5 അടി 5 ഫീറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പം ഫീറ്റിനൊരു കൃത്യമായ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തേക്ക്. പണ്ട് എന്ന് വെച്ചാൽ ആൾക്കാർ അളക്കുക എങ്ങനെയാണ്? 5 അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാല് വെച്ച് ഇങ്ങനെ അളക്കും. 1, 2, 3, 4 അങ്ങനെ 5 അങ്ങനെ 5 അടി അളക്കുക. അതേ സ്ഥാനത്ത് ഈ നാട്ടിൽ ഒരാളെ കാലിൻ്റെ സൈസ് തന്നെയായിരിക്കുമോ അമേരിക്കയിൽ ഒരാളെ കാലിൻ്റെ സൈസ് എന്താ? ഇവിടെ ഇത്ര വലിയ കാലാണെങ്കിൽ അവിടെ ഇത്ര വലിയ കാലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡൈസ് അല്ലാത്ത ഒരു വാല്യൂ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ യൂണിവേഴ്സലായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു യൂണിറ്റ് വേണം, എന്നാലേ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ പറ്റൂ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ യൂണിറ്റ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെയിറ്റിന് നമ്മൾ കിലോഗ്രാം എന്ന് കേട്ടിക്ക്, ഗ്രാം എന്ന് കേട്ടിക്ക്, പിന്നെ നമുക്കെന്താ മില്ലിഗ്രാം എന്ന് കേട്ടിക്ക്. ഈ ലെങ്ത്തിനായിക്കോട്ടെ മീറ്റർ എന്ന് കേട്ടിക്ക്, സെൻറ്റിമീറ്റർ എന്ന് കേട്ടിക്ക്, മില്ലിമീറ്റർ എന്ന് കേട്ടിക്ക്. പിന്നെ എന്തിനായിക്കോട്ടെ നിങ്ങൾ ഈ ഹീറ്റിനായിക്കോട്ടെ ഡിഗ്രി സെൽഷ്യസ് എന്ന് കേട്ടിക്ക്, ഡിഗ്രി ഫെയർ എന്ന് കേട്ടിക്ക്, ഡിഗ്രി കെൽവിൻ അല്ല വെറും കെൽവിൻ എന്ന് കേട്ടിക്ക്. അപ്പോൾ ഇതൊക്കെ എന്താ? ഓരോ യൂണിറ്റാണ്. അപ്പോൾ അതാണ് എന്ത്? യൂണിറ്റ്. ഓക്കെ അല്ലടാ? മനസ്സിലായില്ലേ എന്താ യൂണിറ്റ് എന്ന്? അല്ലേ? മയക്കം പോട്ടോ. പക്ഷേ എങ്കിൽ നമുക്ക് എക്സാമിന് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് വി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് the measurement. It is the standard we use to describe the measurement. ഒരു മെഷർമെൻറ്റിൻ്റെ എന്താണ് ഇതാണ് മെഷർമെൻ്റ് എങ്കിൽ അതിനെ നമ്മൾ എന്താക്കുന്നത്? അതിൻ്റെ സ്റ്റാൻഡേർഡ് അല്ല, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെ എന്താ പറയുക? യൂണിറ്റ്. അതിൻ്റെ അടിയിൽ എഴുതിക്കോളി യൂണിറ്റിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ. ലെങ്ത് ആണെങ്കിൽ എന്തൊക്കെ ഉണ്ട് അതിന് എക്സാമ്പിൾ? മീറ്റർ, കിലോമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ. മാസാണെങ്കിൽ എന്താ? വെയിറ്റ് ആണെങ്കിൽ മാസം അല്ലെങ്കിൽ വെയിറ്റിന് എന്തൊക്കെ നമ്മൾ പറയൂ? കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം അങ്ങനെയൊക്കെ പറയും. പിന്നെന്താ പറയുക? ടെമ്പറേച്ചർ നമ്മൾ എന്തൊക്കെ പറയും? ടെമ്പറേച്ചർ നമ്മൾ എന്തൊക്കെ പറയും? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി കെൽവിൻ അല്ല വെറും കെൽവിൻ എന്ന് വെച്ചാൽ നമ്മൾ അതിനെ കെ എന്ന് എഴുതുക. പിന്നെ ഡിഗ്രി ഫാരൻ. ഇതൊക്കെ നമ്മൾ വയ്യെ പഠിക്കും. അപ്പോൾ ഇതാണ് യൂണിറ്റ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? പക്ക അല്ലേ? നോട്ട് ചെയ്ത് എടുത്തോളൂ, മയക്കാൻ പോവാണ്. സെറ്റായാൽ നല്ലത്, നിങ്ങൾക്ക് നല്ലത്. നോട്ട് ചെയ്ത് എടുത്താലും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ടോപ്പർ ആവാനുള്ള സാധനമൊക്കെ ഞാൻ തരും. ഓക്കെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം എന്താടാ? ഇതിൽ മഷിയും ഇല്ലല്ലടാ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞിക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, സ്പീഡ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2x 1.5x നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അടുത്ത നമ്മുടെ ടോപ്പിക്ക് എന്താടാ? മെഷർമെൻറ്റ്സ്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇപ്പം പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്തെങ്കിലും മനസ്സിലാവാണ്ടുണ്ടോ? ഇല്ലല്ലോ. അത് യൂസ്ഡായി നിങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ കേട്ടി തന്നെ എഴുതിയെടുക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾ സ്കൂളൊക്കെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താക്കും? ടീച്ചേഴ്സ് ഇങ്ങനെ വായിച്ചങ്ങ് പോവുക ചെയ്യുക. അതൊക്കെ നിങ്ങൾ എന്താക്കണം? എഴുതിയെടുക്കണം. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതിയൊക്കെ ചെയ്താൽ ഇറ്റ്സ് ബെനിഫിറ്റ് ഫോർ യു ഗായ്സ് എൻ്റെ കണ്ണ്. അപ്പോൾ അടുത്തെന്താടാ? മെഷർമെൻറ്റ്സ്. എന്താടാ മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡോക്ടർ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പനിച്ചിട്ട് കാണിക്കൊക്കെ പോയി
കാണിക്കപ്പോൾ പോയപ്പോൾ ഡോക്ടർ പറയുന്നത് എന്ത്, നിങ്ങൾ രാവിലെ എന്താക്കുക, കുറച്ച് കുടിക്കാൻ കഴിച്ചോ, അല്ലെങ്കിൽ ഏകദേശം ഒരു ഇത്തിരി മരുന്നും കഴിച്ചോ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർ പാലം പണിയാൻ വന്ന്, അപ്പോൾ പണിക്കാരോട് എഞ്ചിനീയർ പറയാം ഏകദേശം ഒരു കുറച്ച് നീളത്തിൽ പാലാങ്ങ് പഴുതോ, അങ്ങനെ അല്ലല്ലോ, അതിന് നിശ്ചിത വാല്യൂ ഉണ്ടാവും. ഇപ്പം എന്താ പറയുക, പാരസെറ്റമോൾ ആണെങ്കിൽ 650 mmHg അല്ല mmHg അങ്ങനെ ഒക്കെ, അല്ലെങ്കിൽ ഇത്ര മീറ്റർ ഒരു കിലോമീറ്റർ പാലം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഈ സാധനത്തിന് എന്ത് പറയുന്നത്, മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഡെഫിനിഷനാണ് ദ പ്രോസസ് നിങ്ങൾ കേട്ട് എഴുതി എടുക്കട്ടോ, പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ എമൗണ്ട് ഓർ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമൗണ്ടിൻ്റെ ഒരു സാധനത്തിൻ്റെ എന്തിൻ്റെങ്കിലും അതിൻ്റെ എമൗണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റിയോ പറയുന്നതിന് എന്താണ് പറയുക, മെഷർമെൻറ്റ്സ് എന്ന് പറയുക. ഇതൊക്കെ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടി വരും. യൂഷ്വലി ചോദിക്കത്തില്ല, പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചു, നിങ്ങൾ എന്താ മെഷർമെൻറ്റ്സിൽ വരുന്ന സാധനം എന്തൊക്കെയാ, യൂണിറ്റ്സ് എന്ന് എഴുതി വെച്ചു, പിന്നെ എന്താ എഴുതി വെച്ച്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് എഴുതി വെച്ചു. ഈ യൂണിറ്റ്സിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി യൂണിറ്റ്സിൻ്റെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. എഴുതിയെടുത്തില്ലടാ? ഓക്കെ. ഈ യൂണിറ്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കിലോഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ന് വെച്ചാൽ യൂണിവേഴ്സലായിട്ട് നമുക്ക് എന്താക്കണം, ഒന്ന് വേണം. അങ്ങനെ മില്ലിഗ്രാം ഗ്രാം അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനാണ് നമ്മൾ എന്താ പറയാൻ പോകുന്നത്, SI യൂണിറ്റ്സ് എന്ന് പറയാൻ പോകുന്നത്. SI യൂണിറ്റ്സ്, അതാണ് എന്ത് ഈ യൂണിറ്റ്സിലെ അടുത്ത ടോപ്പിക്ക്. ഈ SI യൂണിറ്റ്സിൻ്റെ ഫുൾ ഫോം എന്താ അറിയാമോ? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എടാ, ഈ ലോകത്ത് ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ എടുക്കുക 7 ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും എന്താ പറയുക ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടൈം എന്ന് പറഞ്ഞാൽ അതൊരു സാധനമാണ്. ഈ മാസ് അതെന്ന് പറഞ്ഞാൽ ഈ മാസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വെയിറ്റ്, ഈ ലെങ്ത്ത്, പിന്നെ ഈ കറണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് അങ്ങനത്തെ കുറച്ച് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ എന്ത് പഠിക്കണം, നിങ്ങൾ യൂണിറ്റ് പഠിക്കണം. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അപ്പോൾ നമ്മൾ എന്താക്കും, 1 by 1 ആയിട്ട് എന്താക്കും, 7 യൂണിറ്റ്സ് ചെയ്തു. അതെന്താക്കുക, നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. ഓക്കെ അല്ലടാ? ഞാൻ വല്ലാണ്ട് സീരിയസ് ആവുന്നുണ്ട് അല്ലേ? ഇത്ര സീരിയസ് ആവേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയും. വല്ലാണ്ട് സീരിയസ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, 1 2 3 4 5 6 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അതിൽ ഒന്നാമത്തത് സിമ്പിൾ. സോറി കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടേ. പെന്നിന് മഷി നിറച്ചാട്ടോ. എന്താക്കാം, നമുക്ക് ഇതിനെന്താക്കാം, ബേസിക് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ബേസിക് ക്വാണ്ടിറ്റി അതിൻ്റെ യൂണിറ്റ്സിന് എന്തുണ്ട്, നെയിമുണ്ട്. നിങ്ങളൊക്കെ നല്ല കള്ളിയൊക്കെ വരച്ച് ചെയ്തിട്ടോ, എന്നാലേ നല്ല പെർഫെക്റ്റ് നോട്ടാവും, കാണുമ്പോൾ തന്നെ മുഞ്ചിട്ടാവും. അതിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് അറിവ് കിട്ടട്ടെ, ഇതൊക്കെ നല്ലല്ലേ. നമ്മളെ ബ്രെയിനിന് എന്താ ഇഷ്ടം, എല്ലാം നല്ല സ്ട്രെച്ചേർഡ് ആയിരിക്കുന്നതാണ്. നല്ല പെയിൻറ്, നല്ല ഇതൊക്കെ തേക്ക് നോക്കുക, നല്ല മിനുസത്തിൽ തേക്കണ്, നല്ല ബോർഡൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നല്ല ചതുരൊക്കെ ഇങ്ങനെ ഇറഗുലർ ഷേപ്പിനൊക്കെ ഇറഗുലർ ഷേപ്പൊക്കെ നിൽക്കുന്നത് ബ്രെയിൻ അത്ര അത് കാണുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ എന്തായിരിക്കണം, നല്ല വൃത്തിയിലായിരിക്കണം എഴുതേണ്ടത്. അതേസമയത്ത് നിങ്ങൾ അവിടെ എവിടെയൊക്കെ കുറച്ച് അതെഴുതി കുറച്ച് ഇതെഴുതി അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാലോ, അല്ലെ കള്ളി അങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഷേപ്പില്ലാണ്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിന് നല്ല വർക്ക് ചെയ്യണ്ടേ.
അപ്പോൾ ബ്രെയിൻ നല്ല വർക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ നല്ല വൃത്തി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹാൻഡ് റൈറ്റിങ് അങ്ങനെയൊക്കെ വൃത്തിയല്ല പറഞ്ഞത്, അതിനൊന്ന് പ്ലേസ് ചെയ്യുന്നതിൽ ഒന്ന് വൃത്തി കാണിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താ പഠിക്കുക, കുറച്ച് സമയം കൂടി നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും, നമുക്ക് ഡണ്ടം ടോപ്പറാവാം. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ പോയിന്റ് കേട്ടോ. അപ്പോൾ ടോപ്പറാവാം. ഇങ്ങനെ ഓരോ വീഡിയോസിൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, അതൊക്കെ നിങ്ങൾ എന്താക്കാം പഠിച്ചാൽ മതി. ഓക്കെ. ബേസിക് ക്വാണ്ടിറ്റീസ് എന്താവുന്നുണ്ട്? ബേസിക് ക്വാണ്ടിറ്റീസ് ഉണ്ട് 7. അതിന് നെയിം ഉണ്ട്, അതിന് എന്തുണ്ട്? സിമ്പിൾ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കും. എന്ന് വെച്ചാൽ ഈ കള്ളി തന്നെ ഒരു 4 ഇങ്ങനെ തന്നെ കള്ളി തന്നിട്ട് ഓരോ കാര്യങ്ങളിൽ എന്താ വിട്ട് എന്താ നിങ്ങളോട് ചോദിക്കും. ഇവിടെ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ മാച്ചത്തെ ഫോളോ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്തിൻ്റെ ഈ ക്വാണ്ടിറ്റീസിൻ്റെ പേര് ചോദിച്ചിട്ട് അതിൻ്റെ എന്താക്കും സിമ്പിൾ ചോദിക്കും, അല്ലെങ്കിൽ സിമ്പിൾ ചോദിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ചോദിക്കും, അല്ലെങ്കിൽ നെയിം തന്നിട്ട് അതിൻ്റെ ബേസിക് ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്താക്കാം വീഡിയോയിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് വൺ എന്താടാ? ലെങ്താ. നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് ലെങ്ത്തിൻ്റെ എസ് യൂണിറ്റിൻ്റെ നെയിം എന്താടാ? നിങ്ങൾക്ക് അറിയടാ, മീറ്റർ. പക്ഷെ എങ്കിൽ എന്താ എഴുതുക? മീറ്ററേ. എന്താ എഴുതുക? മീറ്ററേ. പക്ഷെ അതിൻ്റെ സിമ്പിൾ എന്താ? എം. ഓക്കെ അല്ലേ? അടുത്തെന്താടാ? മാസിൻ്റെ എന്താ? കിലോഗ്രാം. എന്താ സിമ്പിള്? kg. വളരെ സിമ്പിൾ അല്ലേ? ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? അടുത്തെന്താടാ? ടൈമിൻ്റെ എന്താടാ? സെക്കൻഡ്. പക്ഷെ നമ്മളെന്താ എഴുതുക? സിമ്പിള് എസ്. പല ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ SEC എന്ന് എഴുതും, പക്ഷെ സിമ്പിൾ എന്താ? എസ് ആണ്. 5 സെക്കൻഡ് 10 സെക്കൻഡ്. ടൈം ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. അല്ലാണ്ട് SEC എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എഴുതാ, പക്ഷെങ്കിൽ അതിൻ്റെ സിമ്പിൾ എന്താ? എസ് തന്നെയാണ്. ഓക്കെ. അടുത്തതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10ാം ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഇലക്ട്രിക് കറണ്ട്. അതിൻ്റെ യൂണിറ്റിൻ്റെ നെയിം എന്താടാ? ആംപിയർ. ഓക്കെ അല്ലേ? അതിൻ്റെ സിമ്പിൾ എന്താടാ? എ. എടാ അടുത്ത സാധനം എന്താടാ? ടെമ്പറേച്ചർ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ടെമ്പറേച്ചർ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ടെമ്പറേച്ചറിൻ്റെ എന്താ? ഡിഗ്രി സെൽഷ്യസോ ഡിഗ്രി ഫാരനോ ഒന്നുമല്ല, അതിൻ്റെ യൂണിറ്റ് ആണ് കെൽവിൻ. കെ. അടുത്ത എന്താടാ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതൊക്കെ നിങ്ങൾ പുതുതായി കേൾക്കുന്ന ടേം ആയിരിക്കും, ബട്ട് അതെന്താ റിപ്പീറ്റ് ചെയ്ത് കേട്ട് ആക്റ്റീവ് റീകോളും പിന്നെ DPPസും ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും PYQs ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ആയിക്കോളും. ഒന്ന് കണ്ടിട്ടും പേടിക്കണ്ട. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താടാ? മോൾ. നിങ്ങളിത് കെമിസ്ട്രി കേട്ടിട്ടുണ്ടാ? ഇല്ലേ? നിങ്ങൾ കേൾക്കും. അതിൻ്റെ സിമ്പിൾ എന്താടാ? MOL. ഇവിടെ ഒരു അധികം ഉണ്ട്. കറണ്ട് പോച്ചേ. എന്തേലും കാണുന്നുണ്ടോ? ഒന്നുകൂടിയും പറഞ്ഞുതരാം. അടുത്തതാണ് എന്ത്? ലൂമിനസ് ഇൻറ്റൻസിറ്റി. എന്താടാ അതിൻ്റെ സിമ്പിൾ? മറ്റേതിൻ്റെ പേര് കാൻഡില CD. കാൻഡില CD. ഇതിൽ യൂഷ്വലി ചോദിക്കാറ് എന്തൊക്കെയാ? ലൂമിനസ് ഇൻറ്റൻസിറ്റി ചോദിക്കും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ചോദിക്കും, ടെമ്പറേച്ചറിൻ്റെ, ഇലക്ട്രിക് കറണ്ടിൻ്റെ ചോദിക്കും. ഈ 3 എന്താക്കുക നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ, കുറച്ച് മൈൻഡിൽ സ്റ്റോർ ചെയ്യാൻ കുറച്ച് ടൈം വേണം, ബട്ട് അതെന്താക്കുക പഠിക്കുക. ഇതാണ് എന്ത്? SI 7 SI യൂണിറ്റ്സും അതിൻ്റെ സിമ്പിൾസും കാര്യങ്ങളും. ഓക്കെ അല്ലേ? എൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ comment below.